ഇവിടെ കട്ടിങ്ങും കൊടുക്കാം. ഇതിപ്പോൾ രണ്ട് ക്ലോത്ത്, കാരണം ആദ്യത്തേതിന് ഇവിടെ മടക്ക് വരുന്നതിന്റെ പേര്, ഫോൾഡിങ് വരുന്നതിന്റെ പേര് രണ്ടും ഒരുമിച്ചിട്ട് തന്നത്. ഇപ്പം അങ്ങനെ രണ്ടും വേറെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളിവിടെ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് ആ തയ്യൽ തുമ്പ് നമുക്ക് ഇതിൽ കൂടുതലുണ്ട്. ഇവിടെ ഈ താഴ്ഭാഗത്ത് കൂടുതലുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പിൽ അധികം നിങ്ങൾ എടുത്ത തയ്യൽ തുമ്പ് എത്രയാണോ അത് മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. ആ കട്ട് ചെയ്യുന്നത് ഇവിടെ ജോയിൻ ആയിട്ട് പോവുകയും വേണം. ഈ സൈഡിലേക്കുള്ള തയ്യൽ തുമ്പാണ് നമ്മൾ എക്സ്ട്രാ എടുത്തത്. ആദ്യം കട്ട് ചെയ്തതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 ഇഞ്ച് വരുന്ന 2 ഭാഗം എന്ന് പറയാൻ ഒന്ന് ഇതും ഒന്ന് ഇതേ വേണം. ഇപ്പോഴത്തെ കട്ടിങ്ങിൽ നിങ്ങൾ 3 ഭാഗത്തേക്കുള്ള തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഈ സൈഡ്, ഒന്ന് ഈ സൈഡ്, ഒന്ന് ഇവിടെ ജോയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, തയ്യൽ തുമ്പിൽ മാത്രമാണ് ഇവിടെ അളവിൽ വ്യത്യാസം വന്നിട്ടുള്ളത് എടുക്കുന്നത്. ആ തയ്യൽ തുമ്പ് നമ്മൾ തയ്ച്ച് പോവുകയും വേണം. നിങ്ങളിപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ എടുത്തെന്ന് കരുതാം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ 4 ഇഞ്ചാണ് തയ്ച്ച് മാറുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വട്ടം കൂടും. ഈ 4 ഇഞ്ച് ഇപ്പോൾ 1 ഇഞ്ച് അനുസരിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടല്ലോ, അത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം. ആ 1 ഇഞ്ച് അനുസരിച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് നിങ്ങൾ പോകണം. കട്ട് ചെയ്ത് പോയതിന് ശേഷം അതേ 1 ഇഞ്ച് ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 സൈഡും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തും പോകണം. അല്ലാതെ പക്ഷേ നിങ്ങൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ഇവിടെ 4 ഇഞ്ച് തയ്ച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അളവിൽ നമ്മൾ എന്ത് വരുന്നില്ല, ഒരു വ്യത്യാസങ്ങളും വരുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് അവിടെ കൂടിയിട്ടുണ്ട്. അത് തയ്ച്ച് പോയുള്ള പ്രശ്നം കഴിഞ്ഞു. ഇത് സിംഗിൾ സർക്കിളിൻ്റെ ഓക്കെയായി. ഈ അളവ് ശരിക്കും എഴുതി വെക്കാം. നിങ്ങളിപ്പോൾ എങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്, ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൊത്തം 28 ഇഞ്ചോളം നീളം വരുന്നുണ്ട്. 28 ഇഞ്ചിൽ എന്തൊക്കെ അടങ്ങുന്നുണ്ട്? തയ്യൽ തുമ്പല്ലേ, ലെങ്ത് 27 ഇഞ്ചും തയ്യൽ തുമ്പ് 1 ഇഞ്ചും അടങ്ങുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് എത്ര ഇഞ്ചാണ് വരാം? എയും ഇയും 4 ഇഞ്ച് അല്ലെ? എടുക്കേണ്ട രീതി അതിപ്പോ തന്നെ ചൂട്ടോടെ എഴുതി വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ ഒക്കെ അടിക്കുന്നുണ്ട്. ആരോ റൂമിനകത്ത് കേട്ടിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്ത് വെച്ചോ. ബുക്കിൽ വരുന്നത് ഇവിടെ ചുരിദാർ വരുന്നുണ്ട്, എന്താ പറയാ, പെറ്റിക്കോട്ട് വരുന്നുണ്ട്, ചുരിദാർ വരുന്നുണ്ട്, സ്ലീവ് ഡിസൈൻസ് 5 വരുന്നുണ്ട്, നെക്ക് ഡിസൈൻസ് 5 വരുന്നുണ്ട്, പിന്നെന്താ ഫ്രോക്ക് വരുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന ഫ്ലെയർ ഫ്രോക്ക് വരുന്നുണ്ട്, നൈറ്റ് വരുന്നുണ്ട്, നല്ലതും വരുന്നുണ്ട്. അപ്പം ഇൻഷാല്ലാ ഇത് എഴുതി വെക്കാം, ഇപ്പം തന്നെ എഴുതി വെക്കാം, മറക്കണ്ട. 4 ഭാഗം, നമ്മുടെ അരവണ്ണത്തിന്റെ 4 ഭാഗമായിട്ടാണ് നമ്മൾ അളവ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡബിൾ ഫ്ലെയറിലേക്ക് പോകും. അരവണ്ണത്തിന്റെ 2 ഭാഗമായിട്ടാണ് ഫ്ലെയറിന്റെ അളവിലേക്ക് മാർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സിംഗിൾ ഫ്ലെയർ ആയിട്ട് വരും, അതായത് സർക്കിൾ ആയിട്ട് വരും. ഓക്കെ, മാർക്ക് ചെയ്യേണ്ട രീതി എഴുതി വെക്കുക. നമ്മൾ നോർമലായിട്ട് പഠിച്ച ആദ്യം പഠിച്ചിട്ടുള്ള നോർമലായിട്ടുള്ള ലെവലിൽ നിന്നും വ്യത്യാസം വന്നു ഈ മാർക്കിൽ. ക്ലിയർ അല്ലേ? ഇപ്പൊ ഈ എഴുതിയത് ഞാൻ പറയുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി. ഫുൾ ലെങ്ത് മൈനസ് യോക്കിന്റെ ലെങ്ത്.